നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കേണ്ട നിഫ്റ്റിയുടെ പ്രധാന ലെവലുകൾ. നാളെ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ എന്നിവയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലെ ഇൻട്രാഡേ ലോ ആയ 21,743 ആയിരിക്കും നാളത്തെ ട്രേഡിംഗ് സെഷനിലെ നിഫ്റ്റിയുടെ ഏറ്റവും പ്രധാന സപ്പോർട്ട്. ഏതെങ്കിലും കാരണവശാൽ 21,743 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ ഇൻഡെക്സ് 2024 ജൂൺ 4-ാം തീയതിയിലെ, അതായത് ലോക്സഭ ഇലക്ഷൻ വന്ന ഡേറ്റിലെ ലോവസ്റ്റ് ലെവലായ 21,281 ഇടിഞ്ഞേക്കാം. രണ്ടാമത്തെ സപ്പോർട്ട് 21,281 അടുത്തായിട്ടാണ്. അതായത് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ 21,700 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ മാർക്കറ്റ് ഗ്രാജുവലി 21,300 വരെ ഇടിഞ്ഞേക്കാം. നാളെ നിഫ്റ്റിയുടെ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക 22,350 ആണ്. 22,350 മുകളിൽ മാർക്കറ്റ് വരും ദിവസങ്ങളിൽ സസ്റ്റെയിൻ ചെയ്താൽ 22,550 പിന്നീട് 22,900 ഉള്ള റിക്കവറി മൂവ്മെൻ്റ് ആയിരിക്കും മാർക്കറ്റിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുക. നാളത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കാവുന്ന ഒന്നാമത്തെ സ്റ്റോക്ക് ടൈറ്റാൻ ആണ്. ടൈറ്റാൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് ഇന്ന് മാർക്കറ്റ് അവറിന് ശേഷം പുറത്തു വന്നു. കൂടാതെ ടൈറ്റാൻ 52 വീക്ക് ലോയ്ക്കടുത്ത് 3,046 ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. ക്വാർട്ടർ 4-ൽ കമ്പനിയുടെ പെർഫോമൻസ് മികച്ചതായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ വർഷം 17% റവന്യൂ ഗ്രോത്ത് നേടിയപ്പോൾ ഇപ്രാവശ്യം ക്വാർട്ടർ 4-ൽ കമ്പനി 25% റവന്യൂ ഗ്രോത്ത് നേടിയിട്ടുണ്ട്. സ്വർണ്ണവിലയിലുണ്ടായ വർധനവ് മൂലം കമ്പനിയുടെ 90% റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ജ്വല്ലറി സെഗ്മെൻറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. ജ്വല്ലറി സെഗ്മെൻറ്റിലെ തനിഷ്ക് പോലുള്ള കമ്പനികളുടെ ഡീസൻ്റ് പെർഫോമൻസ് ആണ് ടൈറ്റാൻ്റെ ക്വാർട്ടർ 4 ബിസിനസ് അപ്ഡേറ്റ് ഇംപ്രൂവ് ആയതിന് പിന്നിലെ പ്രധാന കാരണം. ഇവിടെ സ്റ്റഡ് ആൻഡ് ഗോൾഡ് കോയിൻ ബിസിനസ്സിലാണ് കമ്പനി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത്. ഗോൾഡ് കോയിൻ ബിസിനസ്സിൽ 65% വളർച്ചയും സ്റ്റഡ് രീതിയിലുള്ള ജ്വല്ലറി സെഗ്മെൻറ്റിൻ്റെ സെയിൽസിൽ, അല്ലെങ്കിൽ സ്റ്റഡ് ജ്വല്ലറിയുടെ സെയിൽസിൽ 27% വളർച്ചയും കമ്പനി കൈവരിച്ചു. ഐ കെയർ സെഗ്മെൻറ്റിൽ 19% വളർച്ച കമ്പനി കൈവരിച്ചിട്ടുണ്ട്. ഫാഷൻ ആക്സസറി സെഗ്മെൻറ്റിൽ 26% വളർച്ച കമ്പനി കൈവരിച്ചിട്ടുണ്ട്. ഈ വളർച്ചയുടെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ടൈറ്റാൻ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. അനലിസ്റ്റുകൾ പലരും ടൈറ്റാൻ എന്ന സ്റ്റോക്കിന് ഹോൾഡ് എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. 3,550 ടാർഗറ്റ് ഒട്ടുമിക്ക അനലിസ്റ്റുകളും നൽകിയിട്ടുണ്ട്. 52 വീക്ക് ലോയ്ക്കടുത്ത് ടൈറ്റാൻ ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. 2,800 സ്റ്റോക്കിൻ്റെ വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ട് കൂടിയാണ്. രണ്ടാമത്തെ സ്റ്റോക്ക് ഇറാഡ. ഇറാഡ 50%-ലേറെ ഡിസ്കൗണ്ടിൽ ലഭ്യമാകുന്ന PSU സെക്ടറിലെ ഒരു സ്റ്റോക്കാണ്. 310 വിലയുണ്ടായിരുന്ന ഇറാഡ ഇപ്പോൾ 151 ട്രേഡ് ചെയ്യുന്നു. കൂടാതെ സ്റ്റോക്കിൻ്റെ 52 വീക്കിലോ 137. ഇറാഡ ഇന്ന് മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർ 4 ബിസിനസ് അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. കൂടാതെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിടുന്ന ഡേറ്റും കമ്പനി അനൗൺസ് ചെയ്തു. ക്വാർട്ടർ 4 ബിസിനസ് അപ്ഡേറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ അഡ്വാൻസസിൽ 27% വർധനവ് കാണാൻ സാധിക്കും. 37,354 കോടിയിൽ നിന്നും ടോട്ടൽ അഡ്വാൻസസ് അല്ലെങ്കിൽ വായ്പ 47,453 കോടിയായി ഉയർന്നിട്ടുണ്ട്. ലോൺ ഡിസ്ട്രിബ്യൂഷൻ 20% വർദ്ധിച്ച് 30,168 കോടിയായി ഉയർന്നിട്ടുണ്ട്. കൂടാതെ ടോട്ടൽ ലോൺ ബുക്ക് നമ്മൾ പരിശോധിച്ചാൽ ടോട്ടൽ ലോൺ ബുക്കിൻ്റെ സൈസ് 59,968 കോടിയിൽ നിന്നും 28% ഉയർന്ന് 76,250 കോടിയായി ഉയർന്നിട്ടുണ്ട്. ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിടുന്ന ഡേറ്റ് ഏപ്രിൽ 15-ാം തീയതി. ഏപ്രിൽ 15-ാം തീയതി കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട്. ഇറാഡ എന്ന കമ്പനിയിൽ ഗവൺമെൻറ്റിന്, അതായത് പ്രൊമോട്ടറിന് 75% സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത്. 135 സ്റ്റോക്കിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. 150 അക്കുമുലേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അക്കുമുലേറ്റ് ചെയ്യാം. പക്ഷേ മാർക്കറ്റ് കണ്ടീഷൻ വളരെ വോളറ്റൈൽ ആയതുകൊണ്ട് സ്റ്റാഗേർഡ് മാനറിൽ ചെറിയ രീതിയിലുള്ള അക്കുമുലേഷൻ മാത്രമേ ഈ രീതിയിലുള്ള സ്റ്റോക്കുകളിൽ നടത്താവൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്